ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നടന്ന ജൂത കൂട്ടക്കൊലയെ അതിജീവിച്ച കലാകാരി റൂത്ത് പോസ്നറും ഭർത്താവ് മൈക്കലും മരണം വരിച്ചു. സ്വിറ്റ്സർലൻഡിലെ സൂയിസൈഡ് ക്ലിനിക്കിലാണ് ഇരുവരും ജീവിതം അവസാനിപ്പിച്ചത്. 96-കാരി റൂത്ത് പോസ്നറും 87 വയസ്സുള്ള മൈക്കലും 75 വർഷക്കാലത്തെ ജീവിതമാണ് ഒരുമിച്ച് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഇമെയിലിലൂടെ റൂത്തും മൈക്കലും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും അറിയിച്ചത്. ഈ ഇമെയിൽ നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്കും ഞങ്ങൾ ഈ നശ്വരതയുടെ കെട്ടുപാടിൽ നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ടാകും എന്ന് അവർ അയച്ച കുറിപ്പിൽ പറയുന്നു. തീരുമാനം പരസ്പരം കൈക്കൊണ്ടതാണ്. ഞങ്ങൾ ഒരുമിച്ച് 75 വർഷക്കാലത്തെ സുദീർഘമായ ജീവിതം ജീവിച്ചു. ഇന്ദ്രിയങ്ങൾ പരാജയപ്പെടുന്നൊരു ഘട്ടമെത്തി. മകൻ ജെറമിയുടെ മരണത്തിലെ ദുഃഖമൊഴിച്ചാൽ ഭൂതകാലത്തെക്കുറിച്ച് ഖേദങ്ങൾ ഏതുമില്ലാതെ, ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളില്ലാതെ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു എന്നും ഇരുവരും കത്തിൽ പറയുന്നു. റൂത്തിന്റെ ബന്ധുക്കൾ ഏറെയും ജൂത കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവരാണ്. നാത്സികൾ പോളണ്ട് അധീനപ്പെടുത്തിയപ്പോൾ അവരുടെ കുടുംബത്തെ റഡോമിലെ ഗെറ്റോയിലേക്ക് തള്ളി. പിതാവിന്റെ സഹായത്തോടെയാണ് റൂത്ത് രക്ഷപ്പെട്ട് ഒരു കത്തോലിക്ക കുടുംബത്തിൽ അഭയം തേടിയത്. അവിടെ നിന്നും തടവിലാക്കപ്പെട്ടെങ്കിലും ജൂത വംശജയാണെന്ന് തിരിച്ചറിയപ്പെട്ടില്ല. അവിടെ നിന്നും രക്ഷപ്പെട്ട് 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതുവരെ ഒളിവിൽ കഴിയുകയും 16-ാം വയസ്സിൽ UK-യിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ലണ്ടനിലാണ് റൂത്ത് നൃത്ത അഭിനയ രംഗത്തേക്ക് വരുന്നത്. ലണ്ടൻ കണ്ടംപററി ഡാൻസ് തിയേറ്ററിലും റോയൽ ഷേക്സ്പിയർ കമ്പനിയിലും അംഗമായിരുന്നു അവർ. കെമിസ്റ്റ് ആയിരുന്ന മൈക്കൽ പോസ്നർ UN ഏജൻസിയായ യൂണിസെഫ് ജീവനക്കാരനായിരുന്നു. ലോകയാത്രയ്ക്ക് ശേഷമാണ് ഇരുവരും ലണ്ടനിൽ സ്ഥിര താമസമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.